ഇന്ത്യൻ സിനിമയല്ല ഇത്. അതിനകത്ത് ഒരു പാൻ ഇന്ത്യൻ സംസ്കാരവുമില്ല. നമ്മൾ ഈ മലയാള സിനിമയെ പാൻ ഇന്ത്യൻ സിനിമയായി പൃഥ്വിരാജ് ഉയർത്തിയിരിക്കുന്നു. പൃഥ്വിരാജിന്റെ നമസ്കാരം. അങ്ങനെ എമ്പുരാൻ 200 കോടി കഴിഞ്ഞിരിക്കുന്നു വെറും 5 ദിവസം കൊണ്ട്. ഇന്നലെ ക്ലോസ് ചെയ്ത സത്യം പറഞ്ഞ 205 കോടി രൂപയ്ക്കാണ് എമ്പുരാൻ ഇന്നലത്തെ കളക്ഷൻ വേൾഡ് വൈഡ്. സത്യം പറഞ്ഞാൽ ഇവിടെ കുറെ ആൾക്കാര് കുറെ ഈ പറയുന്ന എമ്പുരാണ് ഈ പറയുന്ന സംഘി ഫേവറേറ്റ് ആയിട്ടുള്ള ചാനലുകൾ വന്ന് കരഞ്ഞു മെഴുകുന്നത് കണ്ടു. ഈ പറഞ്ഞതുപോലെ എന്താണ് ഏറ്റവും കൂടുതൽ എനിക്ക് ചിരി വരുന്നൊരു കേസ് മറുനാടൻ മലയാളിയുടെ കരച്ചിലാണ്. ഈ മറുനാടൻ മലയാളി 2 ദിവസം മുമ്പെന്ത് പറഞ്ഞു, ഇന്ന് വന്നെന്ത് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ വർഷത്തിലെ ഏറ്റവും വലിയൊരു തമാശയായിട്ട് ഓന്തെന്നൊക്കെ പറയുന്നത് നമ്മൾ ആരാണ്, നമ്മുടെ ഈ പറയുന്ന മേജർ രവി എന്ന ഓന്തെന്ന് പറയും. ഏറ്റവും വലിയൊരു ഓന്തായി മാറിയിരിക്കുന്നത് ഇവിടെ ഇപ്പൊ മറുനാടൻ മലയാളിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗതികേട് കൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ഈ പടം പാളീസായി പോകുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി മറുനാടൻ സ്കറിയ പറയുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇന്ന് വന്ന് നേരെ തിരിച്ചു അത് കേട്ടപ്പോ ഞാൻ ആ വീഡിയോ മൊത്തം ചിരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് അതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. അതിന് മുമ്പ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ എടുത്തപ്പോൾ എന്നെ കുറെ ആൾക്കാർ സുഡാപ്പി ചാനലാണല്ലേ, നീ സുഡാപ്പി ആയിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കമന്റുകൾ വന്നു. വളരെ ഉപകാരം. കാരണം ഇതുവരെ ഞാൻ സംഘീയ ചാനലാണെന്ന് പറഞ്ഞാണ് കുറെ തെറിവിളികൾ എനിക്ക് കിട്ടിക്കൊടുന്നത്. ഇപ്പൊ അത് സുഡാപ്പിയായി മാറിയതുകൊണ്ട് വളരെ വളരെ ഉപകാരം. കാരണം എന്റെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ചാനലല്ല, ഇതിൽ വളരെ കുറച്ച് ഇടാറുള്ളൂ. മറ്റേ ചാനൽ കണ്ട ഞാൻ ഈ രാഷ്ട്രീയം നോക്കിയോ മതം നോക്കിയോ ജാതി അങ്ങനെ നോക്കിയിട്ടൊന്നും അല്ല ഞാൻ വീഡിയോ ഇടുന്നത്. ഇപ്പൊ ഞാനൊരു മുസ്ലിം നാമധാരിയെ കുറിച്ച് വീഡിയോ ഇടുന്ന ഉടനെ അവർ പറയും യവനെന്താ സംഖ്യയാണെന്ന് പറയും. ഇത് നേരെ തിരിച്ച് ഇതുവരെ കേട്ട് അങ്ങനെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏത് മുസ്ലിമിന്റെ പേരിട്ട് ഞാനൊരു വീഡിയോ ഇട്ടാലും ഉടനെ പറയും നീ മറ്റേ BJP ആണ്, അതുകൊണ്ടാണ്. ഇന്നലെ മാത്രം അത് തിരിച്ചു കിട്ടിയത് വളരെ വളരെ ഉപകാരം. ഞാൻ ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കേസ്, കേരളത്തിന്റെ അഭിമാനമായ ഒരു പടം പുറത്തിറങ്ങി, അതായത് ബോളിവുഡിനെ പോലും വെല്ലുന്ന ഒരു പടം. ഇന്ത്യയിൽ തന്നെ ഇതുപോലൊരു മേക്കിംഗ് ഇല്ല. അത് എന്തോ ഈ പറയുന്ന ലൂസിഫറിനെ കാട്ടി വെല്ലുന്ന പടം. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ലൂസിഫറിനെ കാട്ടി വെല്ലുന്ന പടം എന്റെ അഭിപ്രായമാണ്. ഇതില് ഇതുവരെയ്ക്കും നിങ്ങൾ കണ്ട ആർക്കെങ്കിലും ഈ ഖുറേഷി അബ്രാം എന്ന് പറയുന്ന ആളാരെന്ന് മനസ്സിലായോ? പുള്ളിയുടെ ജോലി എന്ത് മനസ്സിലായോ? ഈ വിമർശിക്കുന്നവര് കമന്റ് ഇട്ടു, ഖുറേഷി അബ്രാം ആരായിരുന്നു, എന്താണ് ഈ വീഡിയോ ഈ പറയുന്ന സിനിമയിൽ പറയുന്നത്, അതുപോലും മനസ്സിലാക്കാതെയാണ് ഇത് ഇഷ്ടമല്ല. ഇപ്പോ സത്യം പറഞ്ഞാൽ ഇപ്പൊ ആരുടെയും ഈ പറയുന്ന ഹേറ്റോ ഈ പറയുന്ന നെഗറ്റീവ് പിന്നീട് കമന്റ് ഈ പറയുന്ന വീഡിയോസ് ഒന്നും ആരിലും ഒരു സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പറയുന്ന പ്രേക്ഷക പിന്തുണ. ഇപ്പൊ ഈ ഇടിച്ചു വരുന്ന ഏതെങ്കിലും ഒരാള് നെഗറ്റീവ് പറയണം നോക്ക്, ഒരാള് പോലും ഇല്ല. അമ്മാതിരി ഞെട്ടി ഈ പറയുന്ന സൽമാൻ ഖാൻ പോലും ഞെട്ടി. സൽമാൻ ഖാന്റെ സിനിമ പോലും 2 അടി താഴെ നിൽക്കുകയാണ്. അതുപോലെ ഞെട്ടി ചരിത്രം കുറിച്ചുകൊണ്ട് മുന്നേറുകയാണ് മറ്റാരുമല്ല ഈ പറയുന്ന നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്ന. ഇന്ന് മറുനാടൻ പറയുന്ന 500 കോടി അടിക്കുമെന്ന്. കഴിഞ്ഞോട്ടം പറഞ്ഞെന്താണ് 100 കോടി പോലും തേക്കില്ല, കുത്തുവാള എടുക്കും എന്തൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും മറുനാടൻ ആദ്യം ഇട്ട വീഡിയോ ഉണ്ട് ഇതിനെക്കുറിച്ച് 2 ദിവസം മുമ്പ് ഞാൻ പോയി കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമയെ ഇനി ഏതെല്ലാം രീതിയിൽ അടിച്ചമർത്താൻ പറ്റും, ഏതെല്ലാം രീതിയിൽ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും, അവിടെയൊക്കെ തന്റെ ഉള്ളിലുള്ള ആ ഒരു സംഖ്യ പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം. അത് ഇന്ത്യൻ സിനിമയല്ല ഇത്. അതിനകത്ത് ഒരു പാൻ ഇന്ത്യൻ സംസ്കാരവുമില്ല. നമ്മൾ ഈ പാനലോകില്ല, നല്ലൊരു അഭിനയ മുഹൂർത്തമില്ല, നല്ല കഥയില്ല, നല്ല തിരക്കഥയില്ല, ഡോക്യുമെന്ററി പോലെ കുറെ അനാവശ്യമായ വിവരണങ്ങൾ, നല്ലൊരു കഥയില്ല, നല്ലൊരു തിരക്കഥയില്ല. ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയെ അല്ലെന്നാണ് നമ്മുടെ മറുനാടൻ പറയുന്നത്. ബാക്കി കേൾക്കാം. കഴിയാത്തത് സിനിമയുടെ പശ്ചാത്തല സംഗീതം, കാതടപ്പിക്കുന്ന അൺസഹിക്കബിൾ എന്ന് പറയാവുന്ന പശ്ചാത്തല സംഗീതം കഴിയില്ല. അതിനേക്കാൾ ഹൊറിബിളാണ് പാട്ട്. 1-2 പാട്ടുണ്ട്. അതിന്റെ ശബ്ദ കോലാഹലങ്ങളിൽ ഒരു വരി പോലും പുള്ളി ഇത്രയും വിമർശിക്കാൻ പുള്ളിയുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് കേൾക്കണം. എന്തുമാത്രം ദേഷ്യം, എങ്ങനെയെങ്കിലും തുറഞ്ഞു പോണം ഈ പടം എന്ന മനസ്സിരുത്തിക്കൊണ്ടാണ് പുള്ളി ഈ ഇത്രയും പറയുന്നത്. ബാക്കിയേക്കാം നിൽക്കില്ല. ശബ്ദ കോലാഹലം മാത്രം, അലറി വിളിക്കുക, ചെവി പൊത്തിപ്പോകുന്ന തരത്തിൽ അത്ര അരോചകമായ പാട്ട്. എന്താണ് പറഞ്ഞാൽ ഈ സിനിമ ഒരു പണത്തിന്റെ കൂന്തളിപ്പ്, കൂന്തളിപ്പ് മനസ്സിലായോ? ത്തിക്കടുപ്പെന്ന് പച്ച മലയാളത്തിൽ പറയും. ഇത് മാത്രമാണ്. ആരുടെയോ പോക്കറ്റിലിരിക്കുന്ന പണം കണ്ട് പൃഥ്വിരാജും സംഘവും അത് വാരിക്കൂട്ടിയെടുത്ത് ചുമ്മാ നശിപ്പിച്ചിരിക്കുന്നു. ഈ സിനിമയ്ക്ക് 228 കോടി ചെലവായെന്ന് പറയുന്നുണ്ട്. ഈ സിനിമയുടെ ഗതി കണ്ടിട്ട് ഓടി രക്ഷപ്പെട്ടതാണ് ലൈക്കയിലെ സുഭാസ്കരൻ. ഈ സിനിമയുടെ ഗതി കണ്ടിട്ട് ഓടി രക്ഷപ്പെട്ടാണ് ലൈക്ക. ശരിയാണ്. ഇപ്പൊ അവ ഇരുന്ന് മോങ്ങണ്, ഓടണ്ടേ ആയിരുന്നു എന്ന് പറഞ്ഞ് മോങ്ങുന്നുണ്ടാവും. മനസ്സിലായോ? ഇതിന്റെ കളക്ഷൻ കണ്ട്
ഒരു സിനിമയിൽ നിർമ്മാതാക്കളുടെ കൂടെ ഇങ്ങനെയൊരു സിനിമ ഇത്രയും കാശ് മുടക്കിയ ഇത്രയും വലിയൊരു സിനിമ ഇറങ്ങാതിരിക്കരുതേ എന്നുള്ള ഒരു കരുണ കൊണ്ട് ഗോകുലം ഗോപാലൻ പോയി തലവെച്ചു കൊടുത്തു. ഗോകുലം ഗോപാലൻ കൊണ്ട് തലവെച്ചു, അതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ട് അങ്ങനെ കോടികൾ വാരോടാ. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കളക്ഷനും ഈ തള്ളുകൊണ്ട് മാത്രം നേടിയതാണ്. ഇനി കുറച്ചുകൂടി പിടിച്ചു നിൽക്കും സംഘവിരുദ്ധ വികാരമുള്ളതുകൊണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു പാൻ ഇന്ത്യൻ സിനിമയെ വളരാനുള്ള ഒരു സാധ്യത തള്ളുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന സിനിമയാണ് ഇതുവരെ. അതിനപ്പുറത്തേക്ക് ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് വളരാനുള്ള ഒരു സാധ്യതയുമില്ല എന്നാണ് അടിച്ചടിച്ച് നമ്മുടെ മറുനാടൻ മലയാളി 2 ദിവസം മുമ്പ് ഇട്ട വീഡിയോ വീണ്ടും കേൾക്കാം. മാർക്കം ഉണ്ടാക്കിയ ഒരു രംഗം പോലും ഈ സിനിമ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല. പൃഥ്വിരാജ് എന്ന് പറയുന്ന അച്ചടക്കമില്ലാത്ത തള്ളുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു സംവിധായകന്റെ സമ്പൂർണ്ണ പരാജയത്തിന്റെ ഉദാഹരണമായി സിനിമ മാറും. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഇനിയെങ്കിലും ഇതിന് 3ാം ഭാഗം എന്ന് പറഞ്ഞ് ഈ പറട്ട് നാടകത്തിന് കൂട്ടു നിൽക്കരുതേ എന്ന അഭ്യർത്ഥന മാത്രമാണ് ബാക്കിയാവുന്നത്. മാർക്ക ഉണ്ടാക്കിയ ഓളവും കൂടി ഇത് ഉണ്ടാക്കത്തില്ല എന്നാണ് പറയുന്നത്. മാർക്ക ഉണ്ടാക്കിയ ഓളവും കൂടി, കാരണം മാർക്ക അങ്ങ് മാർക്കയിലെ മ്യൂസിക് ഉണ്ട്, പിന്നെ നല്ല കഥാകുന്തമുണ്ട്, മറ്റേ ഉണ്ട്, മറിച്ചതുണ്ട്, എല്ലാം ഉണ്ട്. മനസ്സിലായോ? അത് മാർക്കാരാണ് നമ്മുടെ ഉണ്ണി മുകുന്ദന്റെ ആയിട്ട് ഇതെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ എന്തായാലും മറുനാടൻ എന്ത് ചെയ്തു, ഇതിനെ ഏതൊക്കെ രീതിയിൽ ഇതിനെ വിമർശിക്കാൻ പറ്റുമോ, അടിച്ചു താക്കാൻ പറ്റുമോ, ആ രീതിയിൽ 2 ദിവസം മുമ്പ് പറഞ്ഞു ഇത് 8 നിലയിൽ പൊട്ടും. ഈ 100 കോടി കളക്ഷൻ എന്ന് പറയുന്നത് കൂടി 14 കോടി മാത്രമേ ഉള്ളൂ, ഇതെല്ലാം തള്ളിന്റെ പുറത്താണ് എന്ന് പറഞ്ഞ മറുനാടൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ്, നിങ്ങൾ ചിരിച്ച് ചാവും. നമുക്ക് അതും കൂടി ഇവിടെ വെക്കാം. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് മഞ്ഞുമേൽ ബോയ്സിന് തൊട്ട് താഴെ കളക്ഷൻ റെക്കോർഡിൽ 200 കോടിയോടുകൂടി എമ്പുരാൻ എത്തിയിരിക്കുന്നു. ഇതുവരെ മറ്റൊരു സിനിമയ്ക്കും, മഞ്ഞുമേൽ ബോയ്സ് അല്ലാതെ ഒരു സിനിമയ്ക്കും 200 കോടി കടക്കാൻ കഴിഞ്ഞിട്ടില്ല. 2018 മൂന്നാമത് ഇപ്പോൾ നിൽക്കുന്നത് 177 കോടി എന്ന് പറയുന്നു. ആടുജീവിതം നൂൽക്കോടൊക്കെ മറികടന്നുകൊണ്ട് എമ്പുരാൻ മുമ്പോട്ട് പോകുമെന്നും ഈ വർഷം ഇന്ത്യയിൽ ഇറങ്ങിയ ഏറ്റവും അധികം കളക്ഷൻ നേടിയ സിനിമയായി ഇത് മാറുമെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ആദ്യത്തെ 5 ദിവസം കൊണ്ട് 200 കോടി കടക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സിനിമയാണ്. ബോളിവുഡ് സിനിമകൾക്ക് പോലും അത് സാധിച്ചില്ല എന്നാണ് റിപ്പോർട്ടുകൾ. റിപ്പോർട്ടുകൾക്ക് ശരിയാണെങ്കിൽ മലയാള സിനിമയെ പാൻ ഇന്ത്യൻ സിനിമയായി പൃഥ്വിരാജ് ഉയർത്തിയിരിക്കുന്നു. പൃഥ്വിരാജിന്റെ ബുദ്ധി ഒട്ടും മികച്ചതല്ലാത്ത ഒരു സിനിമ, അല്ലെങ്കിൽ ഒരു ശരാശരി സിനിമയെ മലയാളത്തെ എക്കാലത്തെയും വലിയ സിനിമ ഉയർത്താൻ കഴിയുന്നു. രാഷ്ട്രീയ വിവാദമുണ്ടാക്കാൻ കഴിയുന്നു. സമൂഹത്തെ രണ്ടായി വേർതിരിച്ചുകൊണ്ട് ഇരുകൂട്ടരെ കൊണ്ടൊരു സിനിമ കാണിക്കാൻ കഴിയുന്നു. ഇത്തരത്തിൽ അസാധാരണമായ പ്രതിഭാശാലിയായ കച്ചവടക്കാരനാണ് താനെന്ന് പൃഥ്വിരാജ് തെളിയിച്ചിരിക്കുകയാണ്. കാത്തിരിക്കാം എമ്പുരാൻ 500 കോടി കടക്കുമോ എന്നറിയാൻ. കാത്തിരിക്കാം എമ്പുരാൻ 500 കോടി തികയ്ക്കുമോ എന്നറിയാൻ വേണ്ടി. 2 ദിവസം മുമ്പ് താങ്കൾ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. 100 കോടി വരെ തള്ളാണ്, തള്ളിന്റെ പുറത്ത് മാത്രമാണ് ഈ പറയുന്ന പടം പോകുന്നത് എന്നൊക്കെ പറഞ്ഞ മറുനാടൻ ഇന്ന് വന്ന് ഓന്ത് തോറ്റു പോകുന്നത് ഇവിടെയാണ്. ഇന്ന് വന്ന് നേരെ മലക്കം പറഞ്ഞതൊരു പാൻ ഇന്ത്യൻ സിനിമ, പാൻ ഇന്ത്യൻ സിനിമയല്ലെന്ന് പറഞ്ഞ മറുനാടൻ ഇന്ന് വന്ന് പറയുന്നത് ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയാണ്. റെക്കോർഡുകൾ തകർത്തുകൊണ്ട് 500 കോടിയിലേക്ക് പോകുന്നതാണ്. ഇവിടെയൊന്നും അല്ല, 500 കോടിയിലേക്ക് ഈ സിനിമ എത്തപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നതാണ്, നമ്മൾ ഈ പറഞ്ഞ നെഗറ്റീവ് കമന്റുകളോ അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂസ് ഒന്നും ജനങ്ങളെ ബാധിച്ചിട്ടില്ല. ജനങ്ങൾ ഒന്നടങ്കം ഒരു കൂട്ടമായിട്ട് ഈ സിനിമ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. മനസ്സിലായോ? അവർക്കറിയാം, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ കണ്ട് മനസ്സിലാകാത്തവർ ഒരിക്കൽ കൂടി പോയി കാണൂ. ഖുറൈശി എബ്രാഹിം എന്ന് പറയുന്ന ആരാണെന്ന് മനസ്സിലാകൂ, എന്നിട്ട് കഥ മനസ്സിലാകൂ. കഥ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനസ്സിലാവാതെ കുറച്ച് ആൾക്കാർ ഈ പടം കൊള്ളില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ തിയേറ്റർ റെസ്പോണ്ട് നോക്കി കഴിഞ്ഞാൽ ഒരാള് പോലും ഈ പടം എന്തുകൊണ്ട് കൊള്ളില്ല എന്ന് പറയുന്നില്ല. എന്തുകൊണ്ട് ഇവരിങ്ങനെ നെഗറ്റീവ് ഈ പറയുന്ന കമന്റുകൾ ഇടുന്നു, എന്തിനു ഇത്രയും നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്തു എന്ന് മാത്രമാണ് അവർ പറയുന്നത്. ഈ നെഗറ്റീവ് പബ്ലിസിറ്റി ഒരു ഗുണമുണ്ടായി, ഈ അമിതമായ ഹൈപ്പ് ഇല്ലാതെ ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, 500 കോടി എന്നുള്ളത് നിഷ്പ്രയാസം ഇത് പിന്നീട് മറികടക്കുകയും അതിനുശേഷം 1000 കോടിയിലേക്കുള്ള ഒരു യാത്ര ഈ പറയുന്ന എമ്പുരാൻ തുടങ്ങി വെക്കുമെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തി. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.